വിനു, നീയോ? നീ എന്താ ഇവിടെ? വരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ. രണ്ടാഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ ഉണർന്ന് പുറത്തേക്കിറങ്ങിയ പ്രഭാകരൻ വീടിന്റെ ഉമ്മറത്ത് തലയും താഴ്ത്തിരിക്കുന്നവനെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണാൻ. മുഖമുയർത്താതെ തന്നെ വിനോദ് പറഞ്ഞു. അവന്റെ ക്ഷീണിച്ച രൂപവും ആകെ തകർന്ന പോലെയുള്ള ഭാവവും ഒക്കെ കാണി പ്രഭാകരന് വല്ലായ്മ തോന്നി. എന്തു പറ്റിയടാ, നിനക്ക് വയ്യേ? അവന്റെ തലയിൽ തലയോട് ചോദിക്കാതെ ഇരിക്കാൻ അയാൾക്കായില്ല. ഒന്നില്ല അച്ഛാ, ഒന്നുമില്ല. അമ്മയെ കൂടെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോകും. അപ്പോഴും അയാളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അവൻ പറഞ്ഞു. നീ വീടിനുള്ളിൽ കയറി വാ. വനജയ്ക്ക് ഇപ്പോൾ എപ്പോഴും ക്ഷീണമാണ്. അത് ശരീരത്തെക്കാളും മനസ്സിന്റെ ക്ഷീണമാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് എന്താ ഉള്ളത്? സ്വയം എന്നോണം പറഞ്ഞുകൊണ്ട് അയാൾ അവർ കിടക്കുന്ന മുറിയിലേക്ക് വിനോദിനെ കൂട്ടിക്കൊണ്ടുപോയി. വനജെ, ദേ വിനു വന്നിട്ടുണ്ട്, നോക്കിക്കേ. അവരെ തട്ടി വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. വിനുവോ? എൻ്റെ വിനുവോ? ഇവിടെയോ? പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ ചോദിച്ചു. ഞാൻ തന്നെയാണ് അമ്മ. അമ്മയുടെ മകൻ. ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്ത് അമ്പെ തോറ്റുപോയവൻ. അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് വിനോദ് മെല്ലെ പറഞ്ഞു. എന്താ മോനി, നിനക്ക് എന്ത് പറ്റിയടാ? എന്തൊരു കോലമാണിത്? വിനോദിന്റെ കവിളിലും തലയിലുമൊക്കെ തലോടിക്കൊണ്ട് വനജ തിരക്കി. ഒന്നുമില്ലമ്മേ, എനിക്ക് നിങ്ങൾ രണ്ടാളെയും ഒന്ന് കാണാൻ തോന്നി. വന്നു, അത്രേ ഉള്ളൂ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ അമ്മയുടെ അടുത്തിരിക്കെ, ഞാൻ ഇത്തിരി ചായ ഉണ്ടാക്കട്ടെ. അമ്മയും മോനെയും തനിച്ചു വിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ എന്തിനോ അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഡാലിയെ പ്രസവിച്ചു. വനജയുടെ മടിയിൽ കിടന്ന് വിനോദ് പറഞ്ഞു. അതിനെ ആലോചനയോടെ അവരൊന്ന് മൂളി. അമ്മ എന്താ കുഞ്ഞിനെ കുറിച്ചൊന്ന് ചോദിക്കാത്തത്? അവൻ മൃദുവായ ശബ്ദത്തിൽ തിരക്കി. ആ കുഞ്ഞിനെയോ അതിൻ്റെ അമ്മയെക്കുറിച്ചോ നീ ഒന്നും പറയരുത് വിനു. എനിക്ക് അതിനെക്കുറിച്ച് കേൾക്കാൻ ഒട്ടുമേ താല്പര്യമില്ല. പറയുമ്പോൾ വനജയുടെ മുഖവും ശബ്ദവും മുറുകി. എന്നൊരു വട്ടം മാത്രം പറയട്ടെ അമ്മ. അമ്മ സമാധാനത്തോടെ കേൾക്കണം. വിനോദ് അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കരികിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. വനജ ഒന്നും മിണ്ടിയില്ല. ആ കുഞ്ഞ് അത് മരിച്ചുപോയി. ഡാലിയ വയറിടിച്ച് നിലത്ത് വീണതാണ് കാരണം. അതൊരു പെൺകുഞ്ഞായിരുന്നു. സർജറി വഴി പുറത്തെടുത്തപ്പോൾ തന്നെ മരിച്ചിരുന്നു. പിന്നെ ഡാലിയ അവളുടെ ശരീരം ഒരു ഭാഗം തളർന്നുപോയി. ഇപ്പോൾ 2 ആഴ്ചയായി. വിനോദ് യാതൊരു ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. അവരുടെ ഞെട്ടലോടെ മുന്നിൽ നിർവികാരതയോടെ ഇരിക്കുന്ന മകനെ നോക്കി. ചായയും കൊണ്ടുവന്ന പ്രഭാകരനും വല്ലായ്മയോടെ വിനോദിനെ നോക്കി. ഇനി നിന്റെ ജീവിതവും എന്താവും വിനു? വനജ വേദനയോടെ ചോദിച്ചു. നിങ്ങൾ രണ്ടാളും സങ്കടപ്പെടേണ്ട. ഈ വിധി ഞാനായിട്ട് എടുത്ത് തലയിൽ വെച്ചതാണ്. അല്ലയോടും എൻ്റെ കുഞ്ഞിനോടും ചെയ്ത പാപത്തിന്റെ ഫലം. കണ്ടവന്റെ കുഞ്ഞിനെ സ്വന്തം എന്ന് കരുതി ജീവിച്ച വിഡ്ഢിയായി എനിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. ഇനി മരണം വരെ ഡാലിയെ പരിപാലിച്ചുള്ള എൻ്റെ ജീവിതം ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാകട്ടെ. മുഖത്തൊരു ചിരി ഒട്ടിച്ച് വിനോദ് പറഞ്ഞു. നിന്നോടിപ്പോൾ ആരാണ് പറഞ്ഞത് ഡാലിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് നിന്റേതല്ലെന്ന്? ഞാനും നിന്റെ അമ്മയും ഒക്കെ എത്രയോ മുമ്പേ അത് തിരിച്ചറിഞ്ഞതാണ് വിനു. ചായ എടുത്ത് അവന് നീട്ടിക്കൊണ്ട് പ്രഭാകരൻ പറഞ്ഞു. ഡെലിവറി സമയത്ത് മരിച്ചു പോകുമെന്ന് ഭയന്ന് ഡാലിയ തന്നെയാണ് തുറന്നു പറഞ്ഞത്. അവളുടെ കാമുകൻ കൃഷിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. എൻ്റെ പേരിൽ കിട്ടുന്ന സ്വത്തുക്കൾ അത് സ്വാഭാവികമായും ആ കുഞ്ഞിനാവുമല്ലോ കിട്ടുക. അതായിരുന്നു അവരുടെ രണ്ടാളുടെയും ലക്ഷ്യം. നിങ്ങൾ അതൊക്കെ 3ആയി ഭാഗിച്ചതോടെ അവരുടെ പ്രതീക്ഷ തെറ്റി. ഇതിനിടെ കൃഷി മറ്റൊരു റിലേഷൻ ആരംഭിച്ചതോടെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അതുകൊണ്ടാണ് ഡാലിയ എൻ്റെ കൂടെ തന്നെ കൂടാൻ തീരുമാനിച്ചത്. അന്നും എന്തോ പറഞ്ഞ് വഴക്കിട്ട് നിന്ന സമയത്താണ് നിലത്തേക്ക് വീണതും കുഞ്ഞു പോയതുമൊക്കെ. ഇരു കൈകൾ കൊണ്ടും മുഖം അമർത്തി തുടച്ചുകൊണ്ട് വിനോദ് പറഞ്ഞു. ഇനിയും എന്തിനാ വിനു ആ നാശം പിടിച്ചവളെ നീ ചുമക്കുന്നത്? അവളെ അവിടെ വിട്ടിട്ട് നീങ്ങുവാ മോനെ, നമുക്കിവിടെ കഴിയാം. വനജ അവനോട് കേണു. ഇല്ലമ്മേ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഈ ജന്മം അവളെ നോക്കി തീരട്ടെ. അങ്ങനെയെങ്കിലും അല്ലയോടും എൻ്റെ പൊന്നുമോനോടും ഞാൻ ചെയ്ത പാപം തീരട്ടെ, വിനു കണ്ണുനീരോടെ പറഞ്ഞു. ആലിയയും കുഞ്ഞിനെയും കൊണ്ട് ആ പയ്യൻ ദൂരെ എങ്ങാണ്ട് പോയെന്ന് അച്ഛൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു. പ്രഭാകരനെ പേടിയോടൊന്ന് നോക്കിയിട്ട് വനജ മെല്ലെ അവനോട് പറഞ്ഞു. പോയിക്കോട്ടെ അമ്മേ, എവിടെ ആയാലും അവൻ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരച്ഛൻ ഏതൊരു കുഞ്ഞിനും ശാപം തന്നെയാണ്. അവൻ ആൽഫിയുടെ മകനായി തന്നെ വളരട്ടെ. അവനെയും അല്ലയെയും പോലെ നല്ല മനുഷ്യനായി വളരട്ടെ. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് വിനോദ് പറഞ്ഞു. അയ്യേ വിട്ടയിച്ചേ, പിള്ളേരിങ്ങോട്ട് ഓടിക്കയറി വരുവേ, നാണക്കേടാണ്. രാവിലെ കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ഒതുക്കുകയായിരുന്ന അല്ലിയെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് അവളുടെ പിൻകഴുത്തിൽ മുത്തമിടുന്ന ആൽഫിയെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എൻ്റെ മുക്കച്ചെ, നമ്മുടെ പിള്ളേര് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ട് വളരട്ടേടി പെണ്ണെ.
അവളുടെ കഴുത്തിൽ മീശത്തുമ്പ് കൊണ്ടുവന്ന് ഒരു സിക്കിളി വിട്ടുകൊണ്ട് ആൽഫി പറഞ്ഞു. ഒന്ന് വിട്ടേ എൻ്റെ ഇച്ചേ, 3-നും ഇന്ന് സ്കൂളിൽ പോകാനുള്ളതാണ്. ആൻറ്റിക്ക് വയ്യാത്തതാണ്. അടുക്കളയിൽ ചേട്ടത്തി മാത്രമേ ഉള്ളൂ. അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പിടിഞ്ഞിറങ്ങാൻ ശ്രമിച്ചു അല്ലി. അങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ ഇച്ച എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടാതെ നിന്നെ വിടുവോ നിമക്കൊച്ചേ? പറഞ്ഞുകൊണ്ട് അല്ലിയെ ചുറ്റി വരിഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്ത് ആ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി ആൽഫി. ശ്വാസം മുട്ടിച്ച് കൊല്ലു മനുഷ്യ തന്നെ അല്ലിയിൽ നിന്ന് അടർന്നു മാറി. ചുണ്ടിലെ ഉമിനീര് നനവ് കൈവെള്ളം കൊണ്ട് തുടച്ചു മാറ്റുന്നവൻ്റെ നെഞ്ചിൽ മെല്ലെ ഒന്ന് കടിച്ചു. കണ്ണു മുരുട്ടിക്കൊണ്ട് അവൾ തിരക്കി. ആണോ? ശ്വാസം മുട്ടിയോ ഇച്ചയുടെ കൊച്ചിന്? എവിടെ നോക്കട്ടെ? അതേ കള്ളച്ചിരിയോടെ അവളിലേക്ക് ആഞ്ഞവനെ തള്ളി ബെഡിലേക്ക് ഇട്ടിട്ട് ഓടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അല്ലി. ഇന്ന് എന്തേ താമസിച്ചോ അല്ലി കൊച്ചേ? പിള്ളേർക്ക് പോകണ്ടായോ? ഹാളിൽ പേപ്പർ നോക്കിയിരുന്ന സെലിൻ ചോദിച്ചു. ഉവ്വ് ആൻറ്റി, പോണം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഓടിയിറങ്ങിയത് അവർ കണ്ടു എന്നൊരു ജാള്യതയിൽ പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് വലിഞ്ഞു. അവർ ആകട്ടെ ചിരി ഒളിപ്പിച്ചുകൊണ്ട് വീണ്ടും പേപ്പറിലേക്ക് മുഖം താഴ്ത്തി. അപ്പായി! കമിഴ്ന്നു കിടക്കുന്ന ആൽഫിയുടെ മുതുകിൽ കയറി കിടന്നുകൊണ്ട് 15കാരനായ കുഞ്ഞാപ്പു വിളിച്ചു. അപ്പായിയുടെ കള്ളച്ചക്കൻ ഉണർന്നോ? ഇടത് കൈ എത്തിച്ച് അവനെ പിടിച്ചുകൊണ്ട് ആൽഫി തിരക്കി. ഞാൻ മാത്രമേ ഉണർന്നുള്ളൂ. ഉണ്ണിയും മുന്നയും ഉറക്കമാണ്. എനിക്ക് അപ്പായിയുടെ അടുത്ത് ഇച്ചിരി നേരം കിടക്കാൻ തോന്നി. പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ മുതുകിൽ നിന്ന് ഇറങ്ങിക്കിടന്നു അവൻ. എനിക്കറിയാലോ, ഞാൻ എഴുന്നേൽക്കും മുമ്പ് എൻ്റെ കുഞ്ഞാപ്പു വരുമെന്ന്. കുഞ്ഞാപ്പുവിൻ്റെ അരികിൽ മലർന്നു കിടന്ന ആൽഫി പറയുമ്പോൾ തന്നെ കാലും കൈയും ഒക്കെ എടുത്ത് അപ്പൻ്റെ ദേഹത്തേക്ക് ഇട്ടു ചെക്കൻ. എനിക്ക് എൻ്റെ കുഞ്ഞിച്ചക്കൻ ഇങ്ങനെ കിടന്നാലല്ലേ ആ ദിവസത്തിന് ഒരു ഉഷാറുള്ളൂ. അവനെ ചുറ്റിപ്പിടിച്ച് ആ നെറ്റിയിൽ വാത്സ്യത്തോടെ ചുണ്ടു ചേർത്തുകൊണ്ട് ആൽഫി പറഞ്ഞു. അപ്പായി, ചേട്ടായി, ഞങ്ങളുമുണ്ടേ. 11 വയസ്സുകാരായ ഇരട്ടകൾ മുന്നിയും മുന്നിയും കൂടെ ഓടി വന്ന് അപ്പൻ്റെയും ചേട്ടൻ്റെയും ദേഹത്തേക്ക് വീണു. കുഞ്ഞാപ്പുവിന് 3 വയസ്സുള്ളപ്പോഴാണ് അല്ലി വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നതും ഇരട്ട കുട്ടികൾ ഉണ്ടായതും. ഒരൽപ്പം അറിവായതു മുതൽ ഈ നിമിഷം വരെ ചേട്ടായി കഴിഞ്ഞ് അവർക്ക് അപ്പനും അമ്മയും ഉള്ളൂ. കുഞ്ഞാപ്പുവിനും തിരിച്ച് അവർ ജീവനാണ്. എന്നാൽ അതിലും മേലെയാണ് ആൽഫിയോട് അവനുള്ള സ്നേഹം. അപ്പനും മകനും എന്ന ബന്ധം മാത്രമല്ല, കുഞ്ഞൂപ്പിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലും ആൽഫിയാണ്. പതിയെ വന്ന് ചാടടാ, എൻ്റെ ചെറുക്കന് നോവില്ലേ? ഷാസിനിയോട് ആൽഫി പറഞ്ഞു. ഞങ്ങളുടെ ചേട്ടായിക്ക് നോവില്ല, അപ്പായിക്ക് നൊന്തോ? കൂട്ടത്തിൽ തലതിരിഞ്ഞ ഉണ്ണി കൂർപ്പിച്ചുകൊണ്ട് അപ്പനോട് തിരക്കി. യോ ഇല്ലായേ, എനിക്കെങ്ങും നൊന്തില്ല. അവനെ നോക്കി മുഴുമിപ്പിച്ചു ആൽഫി. ഒന്ന് പോയേ അപ്പായി, ഞങ്ങൾ ചേട്ടായിയുടെ അടുത്ത് കിടക്കാൻ വന്നതാണ്. ആൽഫിയെ തള്ളി മാറ്റി ചിരിയോടെ കിടക്കുന്ന കുഞ്ഞാപ്പുവിന് ഇടവും വലവും കിടപ്പായി രണ്ടിൻ്റെയും ഓരോ കാല് കുഞ്ഞാപ്പുവിൻ്റെ മേലെയായി. ഇന്നലെ രാത്രി പിന്നെ ഇതുങ്ങൾ എവിടെയാണോ കിടന്നത്? പറയുന്നത് കേട്ടാൽ വർഷങ്ങളായി ഒരുമിച്ചല്ലാത്ത പോലെയാണ്. ഒരു നിമിഷം മനസ്സ് നിറഞ്ഞു കവിഞ്ഞ സന്തോഷത്തോടെ ആൽഫി തൻ്റെ 3 മക്കളെയും നോക്കിക്കിടന്നു. അപ്പനും മക്കളും കൂടെ വീണ്ടും ഉറങ്ങുവാണോ? നിനക്കൊക്കെ സ്കൂളിൽ പോകണ്ടേടാ? മുറിക്കകത്തേക്ക് കയറി വന്ന അല്ലി 4 എണ്ണത്തിൻ്റെയും കിടപ്പ് കണ്ട് ഇടുപ്പിൽ കൈകുത്തി നിന്ന് തിരക്കി. ഞങ്ങൾക്ക് മാത്രമല്ല പോകേണ്ടത്, അപ്പായിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അതെന്താ അമ്മ ചോദിക്കാഞ്ഞേ? പതിവ് പോലെ തന്നെ ഉണ്ണിയാണ് നാവനക്കിയത്. ഉണ്ണി! കുഞ്ഞാപ്പുവിൻ്റെ ഒറ്റവിളിയിൽ ചെക്കൻ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് കമിഴ്ന്നു കിടന്നു. ഉണ്ണി ചേട്ടായിയോട് പിണങ്ങിയോ? അമ്മയോടും അപ്പയോടും തറുതല പറയാമോ? വലം കൈ കൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് കവിളിൽ മുത്തിക്കൊണ്ട് കുഞ്ഞാപ്പു ചോദിച്ചു. ചുമ്മാ പറഞ്ഞതാ, ഇനി പറയില്ല. പിന്നെ എൻ്റെ ചേട്ടായിനോട് ഉണ്ണി പിണങ്ങോ? തിരിഞ്ഞു കിടന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതെ, കെട്ടിപ്പിടിച്ച് ഉമ്മ വെപ്പും ഒക്കെ മതി. 4 പോയി റെഡിയായിക്ക്. അല്ലി 4നെയും തറപ്പിച്ചു നോക്കി പറഞ്ഞതും ഓരോന്നോരോന്നായി റെഡിയാവാൻ പോയി. അവരുടെ പോക്ക് നോക്കി ആലോചനയോടെ നിന്നു അല്ലി. എന്താണ് ഭാര്യ തനിച്ചു നിന്നൊരു ആലോചനയൊക്കെ? കുളിച്ചിറങ്ങി വന്ന ആൽഫി അവളുടെ നിൽപ്പ് കണ്ട് പെണ്ണിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവന്മാരെക്കുറിച്ച് ആലോചിച്ച് നിന്നതാണ്. അല്ലി അവൻ്റെ നെഞ്ചോരം പതുങ്ങിക്കൊണ്ട് പറഞ്ഞു. അവന്മാർക്കിപ്പോൾ എന്താ പ്രശ്നം? അല്ലിയുടെ കവിളിലൊന്ന് മുത്തി ആൽഫി. കുഞ്ഞാപ്പുവിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ണി ഒതുങ്ങൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അല്ലാതെ വേറെ ഒന്നും ആലോചിച്ചതല്ല. അവൻ്റെ മൂക്കിൽ പിടിച്ചൊന്ന് വിളിച്ചിട്ട് അല്ലി പറഞ്ഞു. നീ വേറെ ഒന്നും ആലോചിക്കേണ്ട. ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് അസുഖം ഒന്നും വരുത്തി വെക്കേണ്ട. അവനോട് പറയേണ്ടതൊക്കെ അതിൻ്റെ സമയം പോലെ ഞാൻ തന്നെ പറഞ്ഞോളാം. അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു. പറയുന്നത് എപ്പോൾ വേണേലും പറയാലോ ഇച്ചേ. പക്ഷേ അവനത് എങ്ങനെ എടുക്കും? അവനെക്കൊണ്ട് ആ വാർത്ത താങ്ങാൻ പറ്റുമോ എന്ന് ഓർക്കുമ്പോൾ അല്ലി ആ നിമിഷം ഓർക്കാൻ പോലും കഴിയാത്ത വണ്ണം കണ്ണുകൾ മുറുകെ അടച്ച് ആൽഫിയുടെ നെഞ്ചിൽ പതുങ്ങി നിന്നു. ഒന്നും ഉണ്ടാവില്ല. ഇത്തവണ വെക്കേഷന് നാട്ടിൽ പോകും മുമ്പ് നമുക്ക് അവനോട് സംസാരിക്കാം. നീ സമാധാനത്തോടെ ഇരിക്കി. ദേ നിന്റെ മുഖം മാറിയാൽ കുഞ്ഞാപ്പുവിന് മനസ്സിലാവുകയുമ്മ. പറഞ്ഞിട്ട് അവളുടെ കവിളിലെ ഒഴുകിപ്പരക്കുന്ന കണ്ണുനീര് തുടച്ചു കൊടുത്ത ആൽഫി. ഈ കഴിഞ്ഞ 15 വർഷവും അല്ലിയുടെ ഉള്ളിലെ നോവ്
കുഞ്ഞാപ്പുവിൻ്റെ അച്ഛൻ ആൽഫയല്ല എന്ന് അവനോട് എങ്ങനെ പറയും എന്നത് മാത്രമാണ്. അവനോട് ഇത് തുറന്നു പറയുമ്പോൾ ആ മനസ്സൊന്ന് നൊന്തേക്കും വീമ. പക്ഷെ അവന് ചായാൻ, അവൻ്റെ സങ്കടം ഇറക്കി വയ്ക്കാൻ അവൻ്റെ അപ്പായിയുടെ ഈ നെഞ്ചുണ്ടടി. അവനെ അങ്ങനെ വേദനിക്കാൻ ഞാൻ വിടുമോ? ആലിയ പുണർന്നു നിന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു.